കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി. കർണാടകയിൽ നിന്നാണ് വിളിച്ചത്. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ചിക്കൻ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിൽക്കുന്ന ആളല്ല. ഞാൻ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എനിക്ക് ഈ ചിക്കൻ വേസ്റ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് തുടങ്ങണം, റെൻഡറിങ് പ്ലാന്റ് തുടങ്ങണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ 10 വർഷമായി ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ ഇത് തുടങ്ങിയത് തന്നെ ആദ്യം വേസ്റ്റ് സ്വന്തമായി കൈകൊണ്ട് വാരിയെടുത്ത് ഡ്രമ്മിലൊക്കെ നിറച്ച് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടൊക്കെയാണ് തുടങ്ങിയത്. അപ്പം തൊട്ട് ചെയ്ത എക്സ്പീരിയൻസിൽ ഇന്ന് ഞാൻ ഒരു റെൻഡറിങ് പ്ലാന്റ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ ഇത് ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ വളരെ ആധികാരികമായിട്ട് പോയിൻ്റായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി പുതിയതായിട്ട് റെൻഡറിങ് പ്ലാന്റ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സ്വന്തമായൊരു പ്ലാന്റ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റിയാണ്. സ്ഥലം നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത ചുറ്റുവട്ടത്ത് 100 മീറ്ററാണ് ഗവൺമെൻറ് പറയുന്നത്. എന്നാലും കുറച്ചധികം തന്നെ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. അപ്പോൾ ചുറ്റുവട്ടത്ത് വീടൊന്നും ഇല്ലാത്തൊരു സ്ഥലം, അതിന് പറ്റിയ ഒരു ഇടം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് കറണ്ടും വെള്ളവും കൃത്യമായിട്ട് നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഇതിനുള്ള അനുമതിയും കൂടി ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഉറപ്പാക്കേണ്ടത് നമുക്ക് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആ പരിസരത്ത് നിന്ന് ചുറ്റളവിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്ലാന്റ് തുടങ്ങുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കമ്പനിയെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു ടീമുമാണ്. അപ്പോൾ തുടങ്ങണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിലും ഇതിൻ്റെ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ ഉള്ളിൽ പല ചലഞ്ചസുകളും ഉണ്ട്. ഇത് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ മേഖലയിൽ നിൽക്കുന്ന നല്ല അറിവുള്ള നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കൺസൾട്ടൻറ്റിനെ പോയി കണ്ട് അതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ച് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും ലാഭമുണ്ടാക്കി തരുന്നതാണ്. ഇനി നിങ്ങളുടെ നാട്ടിൽ അതുപോലെ ഒരു കൺസൾട്ടൻറ്റിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ.